കോന്നി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ പര്യടനം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഒരു ഏകപക്ഷീയമായിട്ടുള്ള വിജയം നേടുമെന്ന്. എന്നാൽ പ്രചരണം അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകുന്നുണ്ട്. എന്താണ് UDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ? ടൈറ്റ് മത്സരം അല്ല നടക്കുന്നത്. ഈ ഗവൺമെന്റിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു തരംഗമാണ്, UDF തരംഗമാണ്. തീർച്ചയായും ഈ നിയോജകമണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ജില്ലയിലെത്തി വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ സർക്കാരിനെതിരെ CPM-നെതിരെ ഉന്നയിക്കുന്നു. അപ്പോൾ അതൊന്നും തിരിച്ചടിയാകില്ല, അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്നുള്ളതാണ് LDF ക്യാമ്പിന്റെ വിശ്വാസം. കേരളത്തിലെ ജനങ്ങളെ വെറുത്ത ഒരു ഗവൺമെന്റ്, തുടർഭരണത്തിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ തട്ടിപ്പാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിലും കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കിയില്ല, ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ. അപ്പോൾ ഏത് വിഷയത്തിൽ ഊന്നിയായിരിക്കും UDF-ന്റെ ഇനി അങ്ങോട്ടുള്ള പ്രചരണം? വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഏത് വിഷയം, ശബരിമല അടക്കമുള്ള വിഷയങ്ങൾക്കപ്പുറത്തേക്ക് ഏതായിരിക്കും ഊന്നിപ്പോലുള്ള പ്രചരണം? ശബരിമല അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർക്കെതിരെ ഈ നിയോജക മണ്ഡലത്തിലും ഈ ജില്ലയിലും ശക്തമായി ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ വിധിയെഴുതി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ്. വന്യമൃഗ അക്രമം മൂലം, ആനയുടെയും കടുവയുടെയും പുലിയുടെയും അക്രമം മൂലം ആളുകള് ഭയവിഹ്വലരായി കഴിയുകയാണ്. അതിന് ശാശ്വതമായ പരിഹാരം ഈ ഗവൺമെന്റ് കാണിച്ചു. അവസാനമായിട്ട് BJP NDA നേതാക്കൾ പറയുന്നത് കോന്നിയിൽ UDF-ഉം അതുപോലെ തന്നെ അല്ലെങ്കിൽ കോന്നിയിൽ NDA-യും LDF തമ്മിലുള്ള മത്സരം UDF ചിത്രത്തിലില്ല എന്നാണ്. ഞാൻ അതിനെപ്പറ്റി എന്താ പറയാനാണ്? ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പം ഒരു മത്സരം ഇല്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണുമ്പം മനസ്സിലാകും ആര് ജയിക്കും. വലിയ ആത്മവിശ്വാസത്തിലാണ്. അത് തന്നെ, തീർച്ചയായും. അപ്പോൾ എന്തായാലും കോന്നിയിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനവിധി കോന്നിയിൽ നിന്നുണ്ടാകും. താൻ ജയിച്ച് നിയമസഭയിലേക്ക് വരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സതീഷ് കൊച്ചുപറമ്പിൽ പ്രചരണം നടത്തുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.